ഹലോ ഓൾ, വെൽക്കം ടു നാറ്റ് ഡമി. നമ്മൾ ഇന്ന് വന്നിരിക്കുന്നത് സെക്കൻഡറി മാത്സിന്റെ എക്സാം ഓറിയന്റഡ് ലൈവ് ക്ലാസ്സിലാണ്. അപ്പോൾ നമ്മൾ മുമ്പ് കുറേ ലൈവ് ക്ലാസ്സുകൾ നമ്മൾ ചെയ്തിരുന്നു. അതുപോലെയുള്ള എക്സാം ഓറിയന്റഡ് ആയിട്ടുള്ള ലൈവ് ക്ലാസ്, അതായത് ക്വസ്റ്റ്യൻ ബേസ്ഡ് ആയിട്ടുള്ള ഒരു ലൈവ് ക്ലാസ് ആണ് നമ്മൾ വന്നിരിക്കുന്നത്. നമ്മൾ ഇന്ന് മാത്തമാറ്റിക്സിന്റെ ലൈവ് ക്ലാസ്സുകൾ. അപ്പോൾ നമുക്കറിയാം മാത്സ് എന്ന് പറയുന്നത് ചിലർക്കൊക്കെ ചില ക്വസ്റ്റ്യൻസ് എങ്ങനെ ചെയ്യും എന്നുള്ള കാര്യത്തിൽ ഒരു ടെൻഷൻ ഉണ്ടാക്കാറുണ്ട്. പക്ഷേ ഇങ്ങനെയുള്ള ക്വസ്റ്റ്യൻസ് നമ്മൾ ഇവിടെ ഡിസ്കസ് ചെയ്യുന്നതോടുകൂടി ആ ടെൻഷനൊക്കെ പൂർണ്ണമായിട്ടും മാറുന്നതാണ്. അതാണ് നമ്മൾ ഇതുവരെ ഈ ലൈവ് ക്ലാസ്സിലൊക്കെ കണ്ടുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ എക്സാം ഓറിയന്റഡ് ലൈവ് ക്ലാസ്സിന്റെ ഫസ്റ്റ് ടോപ്പിക്കിലേക്കാണ് നമ്മൾ കടക്കുന്നത്. ഏതാണ് ആ ടോപ്പിക് എന്ന് പറയുന്നത്? ഇൻട്രൊഡക്ഷൻ ടു ട്രിഗ്നോമെട്രി അല്ലേ? ഇൻട്രൊഡക്ഷൻ ടു ട്രിഗ്നോമെട്രി എന്ന് പറയുന്ന ഈ ഒരു ടോപ്പിക് മനസ്സിലാകണമെങ്കിൽ, ഇതിൻ്റെ പ്രോബ്ലംസ് ഒക്കെ ചെയ്യണമെങ്കിൽ ഒരൊറ്റ കാര്യം മാത്രം അറിഞ്ഞാൽ മതി. ഏതാണ്? ഈ ട്രിഗ്നോമെട്രിക് റേഷ്യോസ് ആണ്. നമുക്കറിയാം ട്രിഗ്നോമെട്രിക് റേഷ്യോസ് കൃത്യമായിട്ട് മനസ്സിലാക്കിയാൽ നിങ്ങൾക്ക് ഈ പറയുന്ന പ്രോബ്ലം ഒക്കെ ചെയ്യാനായിട്ട് സാധിക്കും. അതായത് ഒരു റൈറ്റ് ആംഗിൾ ട്രയാങ്കിൾ ആണെങ്കിൽ അതിൻ്റെ ഹൈപ്പോട്ന്യൂസ് ആണിത്. അതായത് റൈറ്റ് ആംഗിളിൻ്റെ ഓപ്പോസിറ്റ് ആയിട്ടുള്ള സൈഡിനെയാണ് നമ്മൾ ഹൈപ്പോട്ന്യൂസ് എന്ന് വിളിക്കുന്നത്. അതുപോലെ തന്നെ ഇനി അതല്ല, ഒരു സൈഡ് നമ്മൾ എടുത്തു, അതിൻ്റെ ഓപ്പോസിറ്റ് ഉള്ളത് ഇത് ഓപ്പോസിറ്റ്, ഇതാ ഹൈപ്പോട്ന്യൂസ്, ഇത് അഡ്ജസൻറ്റ് സൈഡ്. അങ്ങനെയാണെങ്കിൽ സൈൻ കോസ് ടാൻ കോസിക്ക് സീക്ക് കോട്ട് ഇതെങ്ങനെ കാണും എന്നുള്ളതാണ്. സൈൻ ആണെങ്കിൽ ഓപ്പോസിറ്റ് സൈഡ് ബൈ ഹൈപ്പോട്ന്യൂസ്, അതുപോലെ കോസ് ആണെങ്കിൽ അഡ്ജസൻറ്റ് സൈഡ് ബൈ ഹൈപ്പോട്ന്യൂസ്, ടാൻ ആണെങ്കിൽ ഓപ്പോസിറ്റ് ബൈ അഡ്ജസൻറ്റ് എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. അതായത് സൈൻ ബൈ കോസ് ആണ് ടാൻ എന്നുള്ളത്. പിന്നെ അതുപോലെ കൊസീക് തീറ്റ, അതായത് ഇതാണ് ഷോർട്ടിൽ എഴുതിയതാണ് കൊസീക് തീറ്റ. കൊസീക് എന്ന് പറയുന്നത് 1/sin തീറ്റയാണ്. അതായത് നമ്മുടെ നേരത്തെ കണ്ട സൈൻ തീറ്റയുടെ റെസിപ്രോക്കൽ എടുക്കുക എന്നുള്ളത്. അപ്പോൾ അതിൻ്റെ റെസിപ്രോക്കൽ എടുക്കുമ്പോൾ എന്ത് വരുന്നു? ഓപ്പോസിറ്റ് ബൈ ഹൈപ്പോട്ന്യൂസ് എന്നുള്ളത് മാറി ഹൈപ്പോട്ന്യൂസ് ബൈ ഓപ്പോസിറ്റ് എന്നുള്ള അതായിട്ട് മാറും. അതുപോലെ സീക്ക് എന്നുള്ളത് 1/cos ആണ്. അപ്പോൾ ഇതിൻ്റെ ഓപ്പോസിറ്റ് ആയിട്ട് വരും, അതായത് ഹൈപ്പോട്ന്യൂസ് ബൈ അഡ്ജസൻ്റ് ആയിട്ട് മാറും. 1/tan തീറ്റയാണ് കോട്ട് തീറ്റ എന്ന് പറയുന്നത്, അത് അഡ്ജസൻ്റ് ബൈ ഓപ്പോസിറ്റ് ആയിട്ട് മാറുന്നു. ഓക്കെ, ഇങ്ങനെയാണ് നമുക്കുള്ളത്. അപ്പോൾ ഫസ്റ്റത്തെ ഒരു പ്രോബ്ലമാണ് നമുക്ക് ഇവിടെ തന്നിട്ടുള്ളത്. ഒരു പ്രോബ്ലത്തിൽ എന്താണ്? ഒരു ട്രയാങ്കിൾ, റൈറ്റ് ആംഗിൾ ട്രയാങ്കിൾ തന്നിട്ടുണ്ട് അല്ലേ? അതിൽ ABC എന്ന് പറയുന്ന ഒരു ട്രയാങ്കിളാണ്. ഈ ABC എന്ന് പറയുന്ന ഈ ഒരു ട്രയാങ്കിളിലെ പ്രശ്നം എന്താണ്, അല്ലെങ്കിൽ അതിൽ പറഞ്ഞിട്ടുള്ള കാര്യങ്ങൾ എന്താണ്? AB എന്ന് പറയുന്നത് 5 സെൻറ്റിമീറ്റർ ആണ്, നമുക്ക് ഇവിടെ തന്നിട്ടുണ്ട് അല്ലേ? AB എന്ന് പറയുന്നത് 5 സെൻറ്റിമീറ്റർ ആണ് ഇവിടെ നമുക്ക് തന്നിട്ടുണ്ട്. ഇനി അതുപോലെ തന്നെ ഞാൻ എന്ത് ചെയ്യുന്നു, BC എത്രയാണ്? 12 ഇവിടെ തന്നിട്ടുണ്ട്. അതുപോലെ തന്നെ AC 13 ആണ്, അതും ഇവിടെ തന്നിട്ടുണ്ട്. ഈ 3 സൈഡും ഇവിടെ തന്നിട്ടുണ്ട്. നമ്മളോട് കാണാൻ പറഞ്ഞതൊക്കെയാണ് ടാൻ സി, കൊസീക് സി, സീക്ക് സി എന്നാണ്. അപ്പോൾ ടാൻ സി എന്ന് പറയുന്ന പോയിന്റ് ഇതാണ് സി. അപ്പോൾ ഇതിൻ്റെ ആംഗിൾ ഇതാണ് നമ്മൾ കാണേണ്ടത്. അപ്പോൾ ഈ പറയുന്ന ഇതിൻ്റെ ഓപ്പോസിറ്റ് സൈഡ് ഇതാണ് അഡ്ജസൻറ്റ് സൈഡ്, ഇത് ഹൈപ്പോട്ന്യൂസ് ആണ്. ഇത്രയും മനസ്സിലാക്കിയാൽ നമുക്ക് ഈസി ആയിട്ട് ഇവിടെ ചെയ്യാനായിട്ട് സാധിക്കും. ഓക്കെ, എന്താണ് ആദ്യമായിട്ട് നമ്മളോട് പറഞ്ഞിട്ടുള്ളത്? നമ്മുടെ സൈന് കാണാനാണ് അല്ലേ? ടാൻ കാണാനാണ്. ടാൻ എന്ന് പറഞ്ഞാൽ, ടാൻ സി എന്ന് പറയുമ്പോൾ ടാൻ എന്ന് പറഞ്ഞാൽ എന്താണ്? നമ്മൾ നേരത്തെ ചെയ്ത പ്രോബ്ലം ഒന്ന് നോക്കിയാലോ? ഓക്കെ, എന്തായിരുന്നു നമ്മുടെ ടാൻ എന്ന് പറയുന്നത്? ടാൻ എന്ന് പറയുന്നത് എന്തായിരുന്നു? ഓപ്പോസിറ്റ് ബൈ അഡ്ജസൻറ്റ്. ഓപ്പോസിറ്റ് ബൈ അഡ്ജസൻറ്റ്. ഓപ്പോസിറ്റ് ബൈ അഡ്ജസൻറ്റ് എന്ന് പറയുമ്പോൾ നോക്കൂ, ടാൻ എന്ന് പറയുന്നത് ഓപ്പോസിറ്റ് ബൈ അഡ്ജസൻറ്റ് അല്ലേ? ഓപ്പോസിറ്റ് ബൈ അഡ്ജസൻറ്റ്. അങ്ങനെയാണെങ്കിൽ ടാൻ സി എന്ന് പറയുന്നത് ഏതാണ്? ഈ സിയുടെ ഓപ്പോസിറ്റ് സൈഡ് ഉള്ളത് AB ആണ്. അപ്പോൾ AB ഡിവൈഡഡ് ബൈ അഡ്ജസൻറ്റ് സൈഡ് എന്ന് പറയുന്നത് BC ആണ്. AB ബൈ BC ആണ്. അപ്പോൾ AB എത്രയാണ്? 5 ആണ്. BC എത്രയാണ്? 12 ആണ്. BC എത്രയാണ്? 12 ആണ്. അപ്പോൾ ഇവിടെ ടാൻ സി എന്ന് പറയുന്നത് എത്രയാണ് നമുക്ക് കിട്ടിയത്? 5/12 ആണ്. 5/12 ആണ്. ഇത്രയാണ് നമ്മൾ ആദ്യമായിട്ട് നമ്മൾ ക്ലിയർ ആക്കി മനസ്സിലാക്കേണ്ടത്. അങ്ങനെയാണെങ്കിൽ അടുത്ത എന്താണ്? കൊസീക് സി ആണ്. അപ്പോൾ കൊസീക് സി എന്ന് പറയുമ്പോൾ എന്താണ്? കൊസീക് സി എന്ന് പറയുന്നത് 1/sin c ആണ്. കാരണം എന്താണ്? നോക്കൂ, ഇവിടെ നമ്മൾ അറിയാം കൊസീക് തീറ്റ ഈക്വൽ ടു 1/sin തീറ്റ ആണ് അല്ലേ? അങ്ങനെയാണെങ്കിൽ കൊസീക് സി ഈക്വൽ ടു 1/sin തീറ്റ ആണ്. സൈൻ എന്ന് പറയുന്ന ഓപ്പോസിറ്റ് ബൈ ഹൈപ്പോട്ടന്യൂസ് ആയതുകൊണ്ട്
ഓപ്പോസിറ്റ് ബൈ ഹൈപ്പോട്ന്യൂസ് ആണെങ്കിൽ എന്തായിരിക്കും? ഹൈപ്പോട്ന്യൂസ് ബൈ ഓപ്പോസിറ്റ് അഡ്ജസൻ്റ് അല്ല, എന്തായിരിക്കും? ഓക്കെ, ഹൈപ്പോട്ന്യൂസ് ബൈ ഓപ്പോസിറ്റ് അല്ലേ? എന്തുകൊണ്ടാണ് ഇങ്ങനെ വന്നത്? ഇങ്ങനെ വരാനുള്ള കാരണം നോക്കൂ 1/sin θ ആണ്. sin θ എന്ന് പറഞ്ഞാൽ ഓപ്പോസിറ്റ് ബൈ ഹൈപ്പോട്ന്യൂസ്. അപ്പൊ അതിന്റെ റെസിപ്രോക്കൽ എടുക്കുന്നു. അതിന്റെ റെസിപ്രോക്കൽ എടുക്കുമ്പോൾ അത് എന്തായിട്ട് മാറും? ഹൈപ്പോട്ന്യൂസ് ബൈ ഓപ്പോസിറ്റ് ആയി. ഹൈപ്പോട്ന്യൂസ് ബൈ ഓപ്പോസിറ്റ്. ഹൈപ്പോട്ന്യൂസ് ബൈ ഓപ്പോസിറ്റ് എന്ന് പറയുമ്പോൾ നമ്മൾ ടാൻ കൊസീക് സിയുടേതാണ് എടുക്കുന്നത്. കൊസീക് സിയുടേത് എടുക്കുമ്പോൾ സി എന്നുള്ള പോയിന്റ് ഇതാണ്. അതിന്റെ ഓപ്പോസിറ്റ് സൈഡ് എന്ന് പറയുന്നത് 5 ആണ്. ഹൈപ്പോട്ന്യൂസ് 13 ആണ് അല്ലേ? അപ്പൊ എ ബി എന്ന് പറയുന്നതാണ് അതിന്റെ ഓപ്പോസിറ്റ്. അതിന്റെ ഓപ്പോസിറ്റ് എന്താണ്? എ ബി ആണ്. അല്ലേ? അതിന്റെ അപ്പൊ ഹൈപ്പോട്ന്യൂസ് എന്താണ്? ഹൈപ്പോട്ന്യൂസ് എ സി ആണ്. അപ്പൊ ഹൈപ്പോട്ന്യൂസ് എന്ന് പറയുന്നത് എ സി ആണ്, ഓപ്പോസിറ്റ് എന്ന് പറയുന്നത് എ ബി ആണ് അല്ലേ? അങ്ങനെയാണെങ്കിൽ എ സി എത്രയാണ്? 13 ആണ്. എ ബി എത്രയാണ്? 5 ആണ്. 13/5 ആണ് നമ്മുടെ ഈ കാണുന്നത്. അങ്ങനെയാണെങ്കിൽ കൊസീക് സി കഴിഞ്ഞാൽ പിന്നെ നമുക്ക് കാണാനുള്ളത് സീക് സി ആണ് അല്ലേ? ഈ സീക് സി എന്ന് പറയുന്നത് എന്താണ്? സീക് സി എന്ന് പറയുന്നത് 1/cos ആണ്. 1/cos ആണ്. ഓക്കെ, സീക് സി എന്ന് പറയുന്നത് 1/cos സി ആണ്. 1/cos എന്ന് പറയുമ്പോൾ കോസ് എന്ന് പറഞ്ഞാൽ എന്താണ്? കോസ് എന്ന് പറഞ്ഞാൽ അഡ്ജസൻറ്റ് ബൈ ഹൈപ്പോട്ന്യൂസ് ആണ്. അങ്ങനെയാണെങ്കിൽ 1/cos എന്ന് പറയുന്നത് ഹൈപ്പോട്ന്യൂസ് ബൈ അഡ്ജസൻ്റ് ആണ്. ഹൈപ്പോട്ന്യൂസ് നമുക്കറിയാം 13 ആണ്, അല്ലെങ്കിൽ അതിൻ്റെ വാല്യൂ 13 ആണ് അല്ലേ? അതുപോലെ എന്താണ്? അഡ്ജസൻ്റ് എന്ന് പറയുന്നത് എ സി ആണ്. അതുപോലെ തന്നെ ഹൈപ്പോട്ന്യൂസ് എ സി ആണ്. അതുപോലെ അഡ്ജസൻ്റ് 12 ആണ് അല്ലേ? അഡ്ജസൻ്റ് 12 ആണ്. നമുക്കിവിടെ ഉള്ളത് ഹൈപ്പോട്ന്യൂസ് 13 ആണ്, അഡ്ജസൻ്റ് 12 ആണ്. നമുക്ക് കിട്ടിയ വാല്യൂ എത്രയാണ്? 13/12. അപ്പോൾ നമ്മൾ ചെയ്യേണ്ടത് ഈ പറയുന്ന വാല്യൂസ് ഇത് കൃത്യമായിട്ട് ഓർത്ത് വെക്കുക എന്നുള്ളതാണ്. ഇത് കൃത്യമായിട്ട് അറിയാമെങ്കിൽ നിങ്ങൾക്ക് ഞാൻ നേരത്തെ പറഞ്ഞ ഈ പ്രോബ്ലംസ് ഒക്കെ എന്ത് ചെയ്യാനായിട്ട് സാധിക്കും. വളരെ ഈസി ആയിട്ട് എന്ത് ചെയ്യാം? ഇത് ചെയ്യാനായിട്ട് സാധിക്കും. നോക്കൂ, ടാൻ എന്ന് പറയുന്നതിൻ്റെ നമുക്കറിയാം ഓപ്പോസിറ്റ് ബൈ അഡ്ജസൻ്റ് ആണ് എന്ന് പറയാം. അപ്പോൾ ഓപ്പോസിറ്റ് സിയുടെ ഓപ്പോസിറ്റ് എ ബി ആണ്. ഓക്കെ, അതുപോലെ അഡ്ജസൻ്റ് ബി സി ആണ്. അപ്പോൾ അതിൻ്റെ വാല്യൂ കൊടുക്കുക. എ ബിയുടെ വാല്യൂ 5 ആണ്, ബി സിയുടെ വാല്യൂ 12 ആണ്. അത് കൃത്യമായിട്ട് കൊടുക്കുമ്പോൾ നമുക്ക് അതിൻ്റെ വാല്യൂ കിട്ടും. പിന്നെയുള്ളത് കൊസീക്ക് ആണ്. കൊസീക്ക് കാണാൻ എന്ത് ചെയ്താൽ മതി? 1/sin കിട്ടിയാൽ മതി. ഓക്കെ, എന്ന് വെച്ചാൽ നമുക്ക് സൈന് കോസ് ടാൻ കണ്ടാൽ തന്നെ ബാക്കിയുള്ളതും കിട്ടുമെന്ന് ഇതിൽ നിന്ന് ഒറ്റയടിക്ക് എന്ത് ചെയ്യാം? മനസ്സിലാക്കാം. അങ്ങനെയെങ്കിൽ അടുത്ത പ്രോബ്ലം നോക്കൂ. ഫൈൻഡ് ദ വാല്യൂ ഓഫ് സൈൻ തീറ്റ, കോട്ട് തീറ്റ, സീക്ക് തീറ്റ. സൈൻ ഉണ്ട്, പിന്നെ കോട്ടും സീക്കും ആണുള്ളത്. അപ്പൊ സൈൻ തീറ്റ എന്ന് പറയുന്നത് എന്താണ്? ഓപ്പോസിറ്റ് ബൈ അഡ്ജസൻ്റ് ഹൈപ്പോട്ന്യൂസ് എന്നുള്ളത്. അപ്പോൾ ഇവിടെയാണ് തീറ്റ ഉള്ളത്, അതിന്റെ ഓപ്പോസിറ്റ്. അപ്പൊ ഞാൻ ഇവിടെ എന്ത് ചെയ്യുന്നു? സൈൻ തീറ്റ ഈസിക്കൽ ടു എന്താണ്? ഓപ്പോസിറ്റ് ബൈ ഹൈപ്പോട്ന്യൂസ് ആണ്. അപ്പൊ ഇവിടുത്തെ ഓപ്പോസിറ്റ് സൈഡ് ഏതാണ്? ബി സി ആണ്. ഡിവൈഡഡ് ബൈ ഹൈപ്പോട്ന്യൂസ് എന്താണ്? എ സി ആണ്. ഇനി ബി സി നോക്കൂ, ബി സി ഈസിക്കൽ ടു 20 ഇവിടെ തന്നിട്ടുണ്ട് 20. എ സി എത്രയാണ്? ഹൈപ്പോട്ന്യൂസ് എത്രയാണ്? 29 ആണ്. അപ്പോൾ 20/29 ആണ് ഇവിടുത്തെ സൈൻ തീറ്റ എന്ന് പറയുന്നതിൻ്റെ വാല്യൂ. ഇനി അടുത്ത് നമുക്ക് നോക്കാനുള്ളത് സീക്കാണ്, കോട്ടാണ്. കോട്ട് എന്ന് പറഞ്ഞാൽ എന്താണ്? 1/tan തീറ്റ അല്ലേ? നോക്കൂ, നമ്മൾ ഇവിടെ ചെയ്ത എന്താണ്? കോട്ട് എന്താണ്? 1/tan തീറ്റ ആണ്. അപ്പൊ ടാൻ തീറ്റ എന്ന് പറഞ്ഞാൽ എന്താണ്? ഓപ്പോസിറ്റ് ബൈ അഡ്ജസൻ്റ് ആണ്. അപ്പോൾ അതിന്റെ റെസിപ്രോക്കൽ എടുക്കുക. അപ്പോൾ ഓപ്പോസിറ്റ് ബൈ അഡ്ജസൻ്റ് എന്ന് പറയുമ്പോൾ എന്തായിട്ട് മാറും? അഡ്ജസൻ്റ് ബൈ ഓപ്പോസിറ്റ് എന്നായിട്ട് മാറും അല്ലേ? അപ്പൊ നമുക്ക് അടുത്ത് ചെയ്യാനുള്ളത് കോട്ട് തീറ്റയാണ്. കോട്ട് തീറ്റ എന്ന് പറയുമ്പോൾ 1/tan തീറ്റ. 1/tan തീറ്റ എന്ന് പറയുമ്പോൾ റെസിപ്രോക്കൽ എടുക്കുമ്പോൾ നമുക്ക് എന്ത് വരും? അഡ്ജസൻ്റ് ബൈ ഓപ്പോസിറ്റ് എന്ന് വരുന്നു. അങ്ങനെ നോക്കുമ്പോൾ അഡ്ജസൻ്റ് ബൈ ഓപ്പോസിറ്റ് ആണെങ്കിൽ തീറ്റയുടെ അഡ്ജസൻ്റ് സൈഡ് എന്ന് പറയുന്നത് എന്താണ്? എ ബി ആണ്.
പിന്നെ അതിൻ്റെ ഓപ്പോസിറ്റ് എന്ന് പറയുന്നത് ബി സി ആണ്. അപ്പോൾ എ ബി ബൈ ബി സി, എ ബി ബൈ ബി സി. ഇനി എ ബിയുടെ വാല്യൂ നോക്കൂ. എ ബിയുടെ വാല്യൂ എത്രയാണ്? എ ബിയുടെ വാല്യൂ 21 ആണ്. അതുപോലെ തന്നെ ബി സിയുടെ വാല്യൂ 20 ആണ്. അപ്പോൾ 21/20 ആണ് നമ്മുടെ കോട്ടിൻ്റെ വാല്യൂ. ഇനി അടുത്ത സീക്കാണ്. സീക്ക് എന്ന് പറഞ്ഞാൽ എന്താണ്? സീക്ക് തീറ്റ എന്ന് പറഞ്ഞാൽ 1/cos തീറ്റയാണ്. 1/cos തീറ്റയാണ്. കോസ് തീറ്റ എന്ന് പറഞ്ഞാൽ എന്താണ്? അഡ്ജസൻറ്റ് ബൈ ഹൈപ്പോട്ട്ന്യൂസ് ആണ്. അഡ്ജസൻറ്റ് ബൈ ഹൈപ്പോട്ട്ന്യൂസ്. നോക്കൂ, നമ്മൾ നേരത്തെ ഇവിടെ കണ്ടിട്ടുണ്ട് അല്ലേ? സീക്ക് എന്ന് പറഞ്ഞാൽ 1/cos തീറ്റയാണ്. കോസ് തീറ്റ എന്ന് പറഞ്ഞാൽ അഡ്ജസൻറ്റ് ബൈ ഹൈപ്പോട്ട്ന്യൂസ് ആണ്. അപ്പോൾ ഇതിൻ്റെ റെസിപ്രോക്കൽ എടുക്കുക എന്ന് പറയുമ്പോൾ ഹൈപ്പോട്ട്ന്യൂസ് ബൈ അഡ്ജസൻറ്റ് ആവും. ഹൈപ്പോട്ട്ന്യൂസ് ബൈ അഡ്ജസൻറ്റ് ആയിട്ട് മാറുന്നു. ഹൈപ്പോട്ട്ന്യൂസ് ബൈ അഡ്ജസൻറ്റ്. ഓക്കെ, അപ്പോൾ എന്തായിട്ട് മാറും? ഹൈപ്പോട്ട്ന്യൂസ് ബൈ അഡ്ജസൻറ്റ്. അങ്ങനെ വരുമ്പോൾ ഹൈപ്പോട്ട്ന്യൂസ് എത്രയാണ് ഇവിടെ? ഏതാണ് ഹൈപ്പോട്ട്ന്യൂസ് എന്ന് പറയുന്നത്? എ സി ആണ്. എ സി ഡിവൈഡഡ് ബൈ അഡ്ജസൻറ്റ്. അഡ്ജസൻറ്റ് ഏതാണ്? നമ്മുടെ എ ബി ആണ്. എ സി ബൈ എ ബി ആണ് അല്ലേ? ഇതിൻ്റെ നേരെ എ സി ബൈ എ ബി വരുന്നു. ഓക്കെ, ഇനി എ സി എത്രയാണ്? ഹൈപ്പോട്ട്ന്യൂസ് എത്രയാണ്? എ സി 29 അല്ലേ? നോക്കൂ, എ സി 29 ആണ്. ഇനി നോക്കൂ, എ ബി എത്രയാണ്? എ ബി എത്രയാണ്? നമ്മൾ ഓൾറെഡി ഇവിടെ അഡ്ജസ്റ്റൻറ്റ് ചെയ്തിട്ടുണ്ട്, 21. അപ്പോൾ 29/21. അപ്പോൾ നമ്മൾ ഏതൊക്കെയാണ് ഇവിടെ കണ്ടത്? നമ്മളിവിടെ കണ്ടത് സൈൻ തീറ്റ, അതിവിടെ കണ്ടു. ഇനി അതുപോലെ കോട്ട് നമ്മൾ കണ്ടു അല്ലേ? കോട്ടും നമ്മളിവിടെ കണ്ടു. അതുപോലെ തന്നെ സീക്കും കൊണ്ട് 29/21. അപ്പോൾ ഇത്തരത്തിൽ നമുക്ക് ഈ പറയുന്ന പ്രോബ്ലംസ് ഒക്കെ എന്ത് ചെയ്യാം? ഈ ഫോർമുലാസ് യൂസ് ചെയ്തിട്ട് നമുക്കത് സോൾവ് ചെയ്യാൻ സാധിക്കുന്നതാണ്. അപ്പോൾ ഇങ്ങനെയുള്ള ഈ ഒരു പ്രോബ്ലംസിൻ്റെ ഒരു ലെവൽ മനസ്സിലാക്കാൻ നമുക്ക് അടുത്തൊരു പ്രോബ്ലം കൂടി ചെയ്ത് നോക്കാം. ഓക്കെ, എന്താണ് പറഞ്ഞിട്ടുള്ളത്? ഒരു ഫിഗർ തന്നിട്ടുണ്ട്. അതിൽ ആംഗിൾ ബി എയും ആംഗിൾ എയും ആംഗിൾ സിയും ഈക്വൽ ആണ് എന്ന് പറഞ്ഞിട്ടുണ്ട്. ആംഗിൾ എയും ആംഗിൾ സിയും ഈക്വൽ ആണ് എന്ന് പറഞ്ഞിട്ടുണ്ട്. എ സി എന്ന് പറയുന്നത് √2 ആണ് എന്ന് പറഞ്ഞിട്ടുണ്ട്. അതുപോലെ എ ബി എന്ന് പറയുന്നത് 1 സെൻറ്റിമീറ്റർ. അപ്പോൾ എ ബി 1 സെൻറ്റിമീറ്റർ ഇവിടെ തന്നിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ എ സി ഇവിടെ √2 ആണ് എന്ന് നമുക്ക് തന്നിട്ടുണ്ട്. അതുപോലെ ഈ ആംഗിൾ സിയും ഈ ആംഗിൾ എയും ഈക്വൽ ആണ്. ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് തന്നിട്ടുള്ളത്. അങ്ങനെയെങ്കിൽ സൈൻ സി, കോസ് സി, ടാൻ സി, ഇത് മൂന്നും കണ്ടെത്തുക എന്നുള്ളതാണ് നമ്മളോട് ആദ്യമായിട്ട് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ സൈൻ എന്ന് പറഞ്ഞാൽ എന്താണ്? ഓപ്പോസിറ്റ് സൈഡ് ബൈ ഹൈപ്പോട്ട്ന്യൂസ് എന്നുള്ളതാണ്. അപ്പോൾ സൈൻ സി, ഈ സി എന്ന് പറയുന്ന ഈ പോയിന്റിന്റെ ഓപ്പോസിറ്റ് സൈഡ് ബൈ അഡ്ജസൻറ്റ് സൈഡ് എന്നാണ്, ഹൈപ്പോട്ട്ന്യൂസ് ആണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ ഇവിടെ നമ്മൾ ആദ്യം മനസ്സിലാക്കേണ്ട മറ്റൊരു കാര്യം എന്താണ്? ഇവിടെ ഈ പറയുന്ന സൈഡ് നമുക്കറിയാം 1 സെൻറ്റിമീറ്റർ. ഇത് എത്രയാണെന്ന് നമുക്കറിയില്ല. അതെങ്ങനെ ചെയ്യും? അത് ചെയ്യാനായിട്ട് വളരെ സിമ്പിളായിട്ടുള്ള ഒരു കാര്യം ഓർത്താൽ മതി. ഇവിടെയുള്ള ഈ ആംഗിളും സെയിം ആണ് എന്ന് പറഞ്ഞിട്ടുണ്ട്. അതായത് ആംഗിൾ എയും ഈക്വൽ ടു ആംഗിൾ സിയും ആണെങ്കിൽ അതിൻ്റെ ഓപ്പോസിറ്റ് ഉള്ള സൈഡുകളും ഈക്വൽ ആയിരിക്കും. അതായത് ആംഗിൾ സിക്ക് ഓപ്പോസിറ്റ് ആയിട്ടുള്ള സൈഡ് എന്ന് പറയുന്നത് 1 സെൻറ്റിമീറ്റർ ആണെങ്കിൽ ആംഗിൾ എക്ക് ഓപ്പോസിറ്റ് ഉള്ള ഈ ഒരു സൈഡും 1 സെൻറ്റിമീറ്റർ ആയിരിക്കും. എന്തുകൊണ്ടാണ് അങ്ങനെ പറയുന്നത്? അതായത് ഇവിടെ എ ബി എന്ന് പറയുന്നത് 1 സെൻറ്റിമീറ്റർ ആണെങ്കിൽ, ശ്രദ്ധിക്കുക, 1 സെൻറ്റിമീറ്റർ ആണെങ്കിൽ ഇവിടെ ബി സി എന്ന് പറയുന്നതും 1 സെൻറ്റിമീറ്റർ ആയിരിക്കും. എന്തുകൊണ്ട്? ഓപ്പോസിറ്റ് സെയിം ആംഗിൾസ് ആണ്. ഇവിടെ സെയിം ആണ്, ഇവിടെ സെയിം. അപ്പോൾ സെയിം ആംഗിൾസിന് ഓപ്പോസിറ്റ് ഉള്ള സൈഡും ഈക്വൽ ആയിരിക്കും. അതാണ് ആദ്യം ഓർത്തുക. ഇവിടെ എത്രയാണോ അതിന് ഓപ്പോസിറ്റുള്ള ഈ ആംഗിൾ ഈ സൈഡിൽ തന്നെ ആയിരിക്കും ഇതിന് ഓപ്പോസിറ്റുള്ള. കാരണം ഇവിടെ രണ്ടും ആംഗിൾ ഈക്വൽ ആണ്, അതുകൊണ്ട് സൈഡ്സും ഈക്വൽ ആയിരിക്കും. അപ്പോൾ നമ്മൾ ഇവിടെ എന്താണ് ചെയ്യേണ്ടത്? ഇവിടെ നമ്മൾ ചെയ്യേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ഇതും എത്രയാണ്? 1 സെൻറ്റിമീറ്റർ ആണ്. അത് ഓർത്ത് വെക്കുക. അങ്ങനെയാണെങ്കിൽ നോക്കൂ, നമ്മളോട് പറഞ്ഞിട്ടുള്ള അടുത്ത കാര്യം എന്താണ്? സൈൻ സി കാണാനാണ്. സൈൻ സി എന്താണ്? സൈൻ എന്ന് പറയുന്നത് സൈൻ സി എന്ന് പറയുന്നത് എന്താണ്? ഓപ്പോസിറ്റ് സൈഡ് ബൈ ഹൈപ്പോട്ട്ന്യൂസ് ആണ്. ഓപ്പോസിറ്റ് സൈഡ് ഇവിടുത്തെ ഓപ്പോസിറ്റ് സൈഡ് ഏതാണ്? ഇവിടുത്തെ ഓപ്പോസിറ്റ് സി ആണ്. സിൻ്റെ ഓപ്പോസിറ്റ് സൈഡ് എന്ന് പറയുന്നത് എ ബി ആണ്. ഹൈപ്പോട്ട്ന്യൂസ് എന്ന് പറയുന്നത് എ സി ആണ്. ഓക്കെ,
എ ബി ബൈ എ സി ആണ്. എ ബി ബൈ എ സി, എ ബി ബൈ എ സി. ഓക്കെ, എ ബി ബൈ എ സി. എ ബി 1 ആണെങ്കിൽ ഇവിടെ എ സി എത്രയാണ്? √2 ആണ്. അപ്പോൾ എത്ര വരുന്നു? 1/√2. 1/√2 ആണ് നമുക്കിവിടെ വരുന്നത്. സൈൻ്റെ വാല്യൂ എത്രയാണ്? 1/√2 ആണ്. ഇനി അടുത്തത് നോക്കൂ, കോസ് സി. കോസ് സി എന്ന് പറയുന്നത് എത്രയാണ്? അഡ്ജസൻറ്റ് സൈഡ് ബൈ ഹൈപ്പോട്ട്ന്യൂസ് ആണ്. അങ്ങനെയാണെങ്കിൽ കോസ് സി അഡ്ജസൻറ്റ് സൈഡ് എത്രയാണ്? ബി സി ആണ്. ബി സി ബൈ എ സി ആണ്. ബി സി ബൈ എ സി എന്ന് പറയുമ്പോൾ ബി സി എത്രയാണ്? ബി സിയും 1 ആണ്. എ സി എത്രയാണ്? √2 ആണ്. അപ്പോൾ 1/√2. അതും ക്ലിയർ ആയി. ഇനി നമുക്ക് എന്താണ് കാണാനുള്ളത്? ടാൻ സി ആണ്. ടാൻ സി എന്ന് പറയുന്നത് എന്താണ്? ഓപ്പോസിറ്റ് ബൈ അഡ്ജസൻ്റ് ആണ്. ഓക്കെ, നോക്കൂ, ടാൻ സി എന്ന് പറയുന്നത് ടാൻ സി എന്താണ്? ടാൻ സി ഓപ്പോസിറ്റ് സൈഡ് ബൈ അഡ്ജസൻ്റ്. ഓക്കെ, അഡ്ജസൻ്റ്. അങ്ങനെയാണെങ്കിൽ ടാൻ സിയുടെ ഓപ്പോസിറ്റ് എ ബി ആണ്. അതിൻ്റെ അഡ്ജസൻ്റ് സൈഡ് ഏതാണ്? ബി സി ആണ്. അപ്പോൾ എ ബി ബൈ ബി സി. ഓക്കെ, ഇവിടെ എ ബി എത്രയാണ് സൈഡ്? നമ്മളിവിടെ എഴുതിയിട്ടുണ്ടല്ലോ, 1 ആണ്. ഓക്കെ, എ ബി ബൈ ബി സി എത്രയാണ്? ബി സിയും 1 ആണ്. ഓക്കെ, അപ്പോൾ എത്രയാണ്? 1. ടാൻ എത്രയാണ്? 1 കിട്ടി. സൈന് 1/√2, കോസ് 1/√2, ടാൻ എത്രയാണ്? 1 കിട്ടി. ഇങ്ങനെയാണ് നമുക്ക് ഇതിൻ്റെ വാല്യൂസ് കാണുന്ന ഒരു ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഈ രൂപത്തിൽ നമുക്ക് എന്ത് ചെയ്യാം? ആൻസർ ചെയ്യാവുന്നത്. അപ്പോൾ ഇങ്ങനെയുള്ള പ്രോബ്ലംസ് മാത്രമല്ല നമുക്കുള്ളത്, മറ്റൊരു രൂപത്തിലുള്ള ക്വസ്റ്റ്യൻസ് കൂടിയുണ്ട്. അതുകൂടി നോക്കിയാൽ, അതായത് ഈ ട്രിഗ്നോമെട്രിക് ഫങ്ഷൻസിൻ്റെ അല്ലെങ്കിൽ അതിൻ്റെ ഐഡൻറ്റിറ്റീസ് തമ്മിലുള്ള ആ റേഷ്യോ തമ്മിലുള്ള കണക്ഷൻസ്, ആ റിലേഷൻ ഉപയോഗിച്ചിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻസ് കൂടി നോക്കാം. ഓക്കെ, നമുക്കിവിടെ എന്ത് തന്നിട്ടുണ്ട്? കോസ് തീറ്റ ഈസ് ഈക്വൽ ടു 1/2, സൈൻ തീറ്റ ഈസ് ഈക്വൽ ടു √3/2. അങ്ങനെയാണെങ്കിൽ നമുക്ക് എന്താണ് പറഞ്ഞിട്ടുള്ളത്? കൊസീക്ക് കാണണം, സീക്ക് കാണണം, ടാൻ കാണണം. കൊസീക്ക്, സീക്ക്, ടാൻ. ഓക്കെ, അപ്പോൾ നമുക്ക് ആദ്യം എന്ത് ചെയ്യാം? ടാൻ കാണും. ടാൻ തീറ്റ എന്ന് പറഞ്ഞാൽ എന്താണ്? യഥാർത്ഥത്തിൽ സൈൻ ബൈ കോസ് ആണ്. സൈൻ ബൈ കോസ് ആണ് എന്ത്? തീറ്റ. അത് സൈൻ തീറ്റ ബൈ കോസ് തീറ്റ. അപ്പോൾ നമുക്കിവിടെ തന്നിട്ടുള്ളത് സൈനും തന്നിട്ടുണ്ട്, കോസും തന്നിട്ടുണ്ട്. അപ്പോൾ സൈൻ തീറ്റ എത്രയാണ്? √3/2 ഡിവൈഡഡ് ബൈ കോസ് എത്രയാണ്? കോസ് 1/2 അല്ലേ? അത് വരുമ്പോൾ എങ്ങനെയാണ് അത് ചെയ്യുക? ഇതിനെ എടുത്ത് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ √3/2 ഇൻറ്റു 2/1 അല്ലേ? ഇതിനെ റെസിപ്രോക്കൽ എടുത്ത് മൾട്ടിപ്ലൈ ചെയ്യാം. അങ്ങനെ നോക്കുമ്പോൾ ഈ 2ഉം ക്യാൻസലായി. ബാക്കി എത്രയാണ് വരുന്നത്? √3 വരുന്നു. ഓക്കെ, ഇവിടെ നമ്മൾ എന്താണ് ചെയ്തത്? സൈന്, കോസ്, ടാൻ ഇത് 3ആണ്. കൊസീക്ക്, സീക്ക്, ടാൻ ഇത് 3ആണ് കാണാൻ പറഞ്ഞത്. സൈനും കോസും നമുക്ക് തന്നിട്ടുണ്ട്. ഓക്കെ, ഇത്രയും കാര്യങ്ങൾ നമുക്ക് തന്നിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ ആദ്യം നമ്മൾക്ക് ടാൻ കാണാം. ടാൻ കാണാൻ എന്ത് ചെയ്താൽ മതി? സൈൻ ബൈ കോസ്. സൈനും കോസും നമുക്ക് ഓൾറെഡി തന്നിട്ടുണ്ടല്ലോ. എന്താണ്? സൈൻ എത്രയാണ്? √3/2 ഡിവൈഡഡ് ബൈ കോസ് തീറ്റ. കോസിന്റെ വാല്യൂ എത്രയാണ്? നമുക്ക് ഇവിടെ തന്നിട്ടുണ്ട് 1/2. അപ്പോൾ ഇങ്ങനെ ചെയ്യുമ്പോൾ ഇതിന്റെ റെസിപ്രോക്കൽ എടുത്ത് മൾട്ടിപ്ലൈ ചെയ്യാം അല്ലേ? റെസിപ്രോക്കൽ എടുത്ത് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ 3/2 ഇൻറ്റു 2/1. 1/2 എന്തായിട്ട് മാറി? 2/1 ആയിട്ട് മാറി. അപ്പോൾ ഈ 2ഉം ക്യാൻസൽ ചെയ്യാം. ഓക്കെ, അത് ക്യാൻസൽ ചെയ്യുമ്പോൾ നമുക്ക് എത്രയാണ് കിട്ടുന്നത്? √3 കിട്ടും. √3/1 ആണ് കിട്ടുന്നത്. അതായത് √3 തന്നെ കിട്ടി. ഓക്കെ, പക്ഷെ ഇവിടെ എന്തായിട്ടേ ഉള്ളൂ? നമുക്കിവിടെ ടാൻ മാത്രമേ ആയിട്ടുള്ളൂ. ഇനി എന്ത് വേണം? കൊസീക്കും വേണം, സീക്കും വേണം. ഓക്കെ, കൊസീക്കും സീക്കും. കൊസീക്കിന്റെ വാല്യൂ എത്രയാണ്? കൊസീക്ക് എന്ന് പറഞ്ഞാൽ 1/sin ആണ് അല്ലേ? കൊസീക്ക് എന്ന് പറയുന്നത് കൊസീക് തീറ്റ ഈസ് ഈക്വൽ ടു 1/sin തീറ്റയാണ്. ഓക്കെ, 1/sin തീറ്റ എന്ന് പറയുമ്പോൾ സൈൻ തീറ്റയുടെ വാല്യൂ ഇവിടെ എത്ര തന്നിട്ടുണ്ട്? √3/2 ആണ് അല്ലേ? അങ്ങനെയാണെങ്കിൽ 1/√3/2 എന്ന് വെച്ചാൽ അതെത്ര വരുന്നു? 2/√3 വരുന്നു. അപ്പോൾ കൊസീക്കിൻ്റെ വാല്യൂ കിട്ടി. ഇനി സീക്ക് തീറ്റ ഈസ് ഈക്വൽ ടു 1/cos തീറ്റ.
1/cos തീറ്റ. അങ്ങനെയാണെങ്കിൽ കോസിന്റെ വാല്യൂ ഇവിടെ എത്രയാണ്? 1/2 ആണ് അല്ലേ? അപ്പോൾ 1/1/2 1/1/2 ഇതിന്റെ റെസിപ്രോക്കൽ എടുക്കുമ്പോൾ 2 എന്ന് കിട്ടും. അതായത് 2/1 ആണ് വരുന്നത്. അത് എത്രയാണ്? 2 തന്നെയാണ്. അപ്പോൾ നമുക്കിവിടെ ഏതൊക്കെ കിട്ടി? ടാൻ കിട്ടി, കൊസീക്ക് കിട്ടി, കോട്ട് കിട്ടി. ഇവിടെ നമ്മൾ ഉപയോഗിച്ച കാര്യങ്ങൾ എന്തൊക്കെയാണ്? വളരെ സിമ്പിളാണ്. നമ്മൾ എന്ത് ചെയ്തു? അതിൻ്റെ തമ്മിലുള്ള റിലേഷൻസ് നോക്കി. അതായത് ഈ സൈനും കോസും ടാനും തരുമ്പോൾ ടാൻ എന്നുള്ളത് സൈൻ്റെയും കോസിൻ്റെയും വാല്യൂവിൽ നിന്ന് കിട്ടും. അതായത് ടാൻ എന്ന് പറഞ്ഞാൽ എന്താണ്? സൈൻ ബൈ കോസ് ആണ് ടാൻ എന്ന് പറഞ്ഞാൽ. അപ്പോൾ നമുക്ക് സൈൻ്റെ വാല്യൂ ഉണ്ട്, കോസിൻ്റെ വാല്യൂ ഉണ്ട്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുന്നു? രണ്ടും ഡിവൈഡ് ചെയ്യുമ്പോൾ നമുക്ക് എത്ര കിട്ടും? √3 എന്ന് കിട്ടും. പിന്നെ നമുക്ക് ഏതാണ് കാണാനുള്ളത്? കൊസീക്കും സീക്കുമാണ്. കൊസീക്കിൻ്റെ വാല്യൂ എന്ന് പറഞ്ഞാൽ 1/sin തീറ്റയാണ് അല്ലേ? അപ്പോൾ സൈൻ തീറ്റ നമുക്ക് തന്നിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ റെസിപ്രോക്കൽ എടുത്താൽ നമുക്ക് എന്ത് കിട്ടി? കൊസീക്കിൻ്റെ വാല്യൂ കിട്ടി. ഇനി ഉള്ളത് സീക്കാണ്. സീക്ക് എന്ന് പറഞ്ഞാൽ 1/cos ആണ്. 1/cos തീറ്റയാണ്. അത് കിട്ടിയാൽ, അതായത് കോസിൻ്റെ വാല്യൂ നമുക്ക് ഓൾറെഡി തന്നിട്ടുണ്ട്, അതിൻ്റെ റെസിപ്രോക്കൽ എടുക്കുമ്പോൾ നമുക്ക് എത്ര കിട്ടിയത്? 2 കിട്ടുന്നു. ഓക്കെ, ഇങ്ങനെയുള്ള ഈ റിലേഷൻസ് ബന്ധപ്പെടുത്തിയിട്ടും നമുക്ക് ഈ ഇങ്ങനെയുള്ള പ്രോബ്ലംസ് ആൻസർ ചെയ്യാവുന്നതാണ്. നമുക്ക് അടുത്ത ചെയ്യാനുള്ള ഒരു ക്വസ്റ്റ്യൻ, ഒരു പ്രൂവ് ചെയ്യാനുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. നോക്കൂ, പ്രൂവ് ദാറ്റ് tan തീറ്റ പ്ലസ് കോട്ട് തീറ്റ ഇസ് ഈക്വൽ ടു 1/sin തീറ്റ കോസ് തീറ്റ എന്നാണ് തന്നിട്ടുള്ളത് അല്ലേ? നോക്കൂ, tan തീറ്റ പ്ലസ് കോട്ട് തീറ്റ ഇസ് ഈക്വൽ ടു 1/sin തീറ്റ കോസ് തീറ്റ. ഇതെങ്ങനെ സോൾവ് ചെയ്യും? അപ്പോൾ ഇത് പ്രൂവ് ചെയ്യാനാണ് പറഞ്ഞിട്ടുള്ളത് അല്ലേ? എങ്ങനെയാണ്? tan തീറ്റ പ്ലസ് കോട്ട് തീറ്റ തന്നാൽ അത് 1/sin തീറ്റ കോസ് തീറ്റയ്ക്ക് ഈക്വൽ ആണ് എന്ന് തെളിയിക്കണം. അപ്പോൾ ഇതിൽ നമ്മൾ ചെയ്യാൻ പോകുന്ന കാര്യങ്ങൾ കുറച്ച് നമ്മളൊന്ന് പറഞ്ഞു നോക്കാം. എങ്ങനെയാണ് ഇത് വരുന്നത് എന്ന് നമുക്കൊന്ന് നോക്കാം. ആദ്യമായിട്ട് tan തീറ്റ എന്ന് പറഞ്ഞാൽ എന്താണ്? tan തീറ്റയെ നമുക്ക് എന്ത് ചെയ്താം? sin തീറ്റ ബൈ കോസ് തീറ്റ എന്ന് എഴുതാം. sin തീറ്റ ബൈ കോസ് തീറ്റ എന്ന് എഴുതാം. അതുപോലെ തന്നെ കോട്ട് തീറ്റ എന്നുള്ളതിനെ നമുക്ക് എങ്ങനെ എഴുതാം? അതാണ് രണ്ടാമത്. നേരെ തിരിച്ചിട്ടാൽ മതി. കോസ് തീറ്റ ബൈ സൈൻ തീറ്റ. അപ്പോൾ നമുക്കിവിടെ ടാൻ തീറ്റ എന്താണ്, കോട്ട് തീറ്റ എന്താണ് എന്നുള്ളത്, അല്ലെങ്കിൽ അതിൻ്റെ മറ്റു രൂപത്തിൽ എഴുതുന്ന കാര്യം നമുക്ക് മനസ്സിലായി. ഇനി ഇതൊന്ന് ആഡ് ചെയ്യുകയാണെങ്കിൽ നമ്മുടെ LHSലുള്ള ഭാഗമാണ് നമ്മൾ പറയുന്നത്. ടാൻ തീറ്റ പ്ലസ് കോട്ട് തീറ്റ. ടാൻ തീറ്റ പ്ലസ് കോട്ട് തീറ്റയാണ്. ടാൻ തീറ്റ പ്ലസ് കോട്ട് തീറ്റ എന്ന് പറയുമ്പോൾ നമ്മൾ ടാൻ തീറ്റൻ്റെ പകരം എന്ത് കൊടുക്കുന്നു? സൈൻ തീറ്റ ബൈ കോസ് തീറ്റ പ്ലസ് കോട്ട് തീറ്റയ്ക്ക് പകരം എന്ത് കൊടുക്കുന്നു? കോസ് തീറ്റ ബൈ സൈൻ തീറ്റ. ഇങ്ങനെ കിട്ടി അല്ലേ? ഇങ്ങനെയാണ് നമുക്ക് ഇവിടെ കിട്ടിയത്. ഇനി ഇതിനെ ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ നമുക്ക് എന്ത് കിട്ടുന്നു? സൈൻ സ്ക്വയർ തീറ്റ അല്ലേ? സൈൻ തീറ്റ ഇൻറ്റു സൈൻ തീറ്റ, സൈൻ സ്ക്വയർ തീറ്റ പ്ലസ് കോസ് സ്ക്വയർ തീറ്റ കിട്ടുന്നു, ഡിവൈഡഡ് ബൈ കോസ് തീറ്റ പ്ലസ് സൈൻ തീറ്റ. സൈൻ പ്ലസ് അല്ല, എന്ത് വരുന്നു? നമുക്ക് എന്താണ് വരുന്നത്? കോസ് തീറ്റ സൈൻ തീറ്റ, അല്ലെങ്കിൽ സൈൻ തീറ്റ കോസ് തീറ്റ. നമുക്ക് അങ്ങനെ വന്നു അല്ലേ? സൈൻ തീറ്റ കോസ് തീറ്റ വന്നു. അപ്പോൾ നമുക്ക് ലെഫ്റ്റ് ഹാൻഡ് സൈഡ് ഇങ്ങനെ കിട്ടി. ഇനി ഇവിടെ ശ്രദ്ധിക്കേണ്ടത് ഈ സൈൻ സ്ക്വയർ തീറ്റ പ്ലസ് കോസ് സ്ക്വയർ തീറ്റ എന്നുള്ളതാണ്. ഇതൊരു ട്രിഗ്നോമെട്രിക് ഐഡന്റിറ്റിയുടെ ഒരു ഭാഗമാണ്. ഐഡന്റിറ്റിയാണ്. അതായത് നമ്മൾ മനസ്സിലാക്കിയത് സൈൻ സ്ക്വയർ തീറ്റ പ്ലസ് കോസ് സ്ക്വയർ തീറ്റ ഇസിക്കൽ ടു 1 എന്നാണ്. സൈൻ സ്ക്വയർ തീറ്റ പ്ലസ് കോസ് സ്ക്വയർ തീറ്റ ഇസിക്കൽ ടു 1 എന്നാണ്. അപ്പോൾ സൈൻ സ്ക്വയർ തീറ്റ പ്ലസ് കോസ് സ്ക്വയർ തീറ്റ, അപ്പോൾ ഇവിടെ എന്ത് വരുന്നു? ഇതിന് പകരം നമുക്ക് 1 എന്ന് വരുന്നു. ഓക്കെ, അപ്പോൾ നമ്മൾ ലെഫ്റ്റ് ഹാൻഡ് സൈഡ് ഒന്നുകൂടി എഴുതുകയാണ്. ലെഫ്റ്റ് ഹാൻഡ് സൈഡിൽ എന്ത് വരുന്നു? ലെഫ്റ്റ് ഹാൻഡ് സൈഡ് LHS ഇസിക്കൽ ടു എന്താണ് വരുന്നത്? ഈ സൈൻ സ്ക്വയർ നമ്മുടെ മുന്നിൽ എന്തായിരുന്നു ഉള്ളത്? നമ്മുടെ മുന്നിൽ സൈൻ സ്ക്വയർ തീറ്റ പ്ലസ് കോസ് സ്ക്വയർ തീറ്റ ഓൾ ഡിവൈഡ് ബൈ സൈൻ തീറ്റ കോസ് തീറ്റ. ഇങ്ങനെയായിരുന്നു ഉള്ളത്. അപ്പോൾ സൈൻ സ്ക്വയർ തീറ്റ പ്ലസ് കോസ് സ്ക്വയർ തീറ്റ 1 ആണെങ്കിൽ നമുക്ക് എന്ത് വരും? 1 ഡിവൈഡഡ് ബൈ സൈൻ തീറ്റ കോസ് തീറ്റ.
കോസ് തീറ്റ. ഇതാണ് ലെഫ്റ്റ് ഹാൻഡ് സൈഡിലുള്ളത്. ഇനി റൈറ്റ് ഹാൻഡ് സൈഡിൽ നമുക്ക് ഓൾറെഡി വന്നിട്ടുള്ളത് എന്താണ്? റൈറ്റ് ഹാൻഡ് സൈഡിൽ ഇതാ 1/sin തീറ്റ കോസ് തീറ്റ അല്ലെ, 1/sin തീറ്റ കോസ് തീറ്റ. അപ്പൊ നോക്കൂ, ലെഫ്റ്റ് ഹാൻഡ് സൈഡിൽ നമുക്ക് കിട്ടിയത് 1/sin തീറ്റ കോസ് തീറ്റ. റൈറ്റ് ഹാൻഡ് സൈഡിൽ ഓൾറെഡി ഉള്ളത് എന്താണ്? 1/sin തീറ്റ കോസ് തീറ്റ. അപ്പോൾ LHS = RHS. അങ്ങനെ വന്നാൽ രണ്ടും എന്താണ്? നമ്മൾ പ്രൂവ് ചെയ്ത്, ഹെൻസ് പ്രൂവ്ഡ്. കാരണം എന്താ? നമ്മളോട് പറഞ്ഞിട്ടുള്ളത് ഈ tan തീറ്റ പ്ലസ് കോട്ട് തീറ്റ എന്നുള്ളത് 1/sin തീറ്റ കോസ് തീറ്റയ്ക്ക് ഈക്വൽ ആണ് എന്ന് തെളിയിക്കണം. നമ്മൾ എന്ത് ചെയ്തു? ഈ tan തീറ്റയ്ക്ക് പകരം sin തീറ്റ കോസ് തീറ്റ എടുത്തു, കോട്ട് തീറ്റയ്ക്ക് പകരം കോസ് തീറ്റ ബൈ sin തീറ്റ എടുത്തു. അത് രണ്ടും ഇവിടെ അപ്ലൈ ചെയ്തു. അപ്പോൾ tan തീറ്റ പ്ലസ് കോട്ട് തീറ്റ എന്നുള്ളതിന്റെ പകരം എന്ത് വന്നു? sin തീറ്റ ബൈ കോസ് തീറ്റ വന്നു. ഇവിടെ കോട്ട് തീറ്റയ്ക്ക് പകരം എന്ത് വന്നു? കോസ് തീറ്റ ബൈ sin തീറ്റ വന്നു. കോസ് തീറ്റ ബൈ sin തീറ്റ വന്നു. അങ്ങനെ വന്നപ്പോൾ നമ്മൾ ഇതിനെ ക്രോസ് മൾട്ടിപ്ലൈ ചെയ്തു. sin സ്ക്വയർ തീറ്റ പ്ലസ് കോസ് സ്ക്വയർ തീറ്റ നമുക്ക് കിട്ടി. അപ്പോൾ sin സ്ക്വയർ തീറ്റ പ്ലസ് കോസ് സ്ക്വയർ തീറ്റ എന്നുള്ളത് 1 ആണ്. അപ്പോൾ നമുക്ക് ഇവിടെ എന്ത് കിട്ടി? 1/sin തീറ്റ കോസ് തീറ്റ കിട്ടി. 1/sin തീറ്റ കോസ് തീറ്റ. അങ്ങനെയാണെങ്കിൽ RHS ഓൾറെഡി 1/sin തീറ്റ കോസ് തീറ്റയാണ്. അപ്പോൾ രണ്ടും LHS = RHS. അപ്പോൾ നമ്മൾ എന്ത് ചെയ്തു? ഈ പ്രോബ്ലം ഇതുപോലെ സോൾവ് ചെയ്തു. ഇനി നമ്മൾ പോകാൻ പോകുന്നത് അടുത്തൊരു ലെവൽ ക്വസ്റ്റ്യൻസ് ആണ്. ഈ ലെവൽ ക്വസ്റ്റ്യൻസിൽ നമ്മൾ ചെയ്യാൻ പോകുന്നത് എന്താണ്? ഈ പറയുന്ന ടാൻ്റെ വാല്യൂ നമുക്ക് തരും. പക്ഷെ അത് നമ്മൾ മുമ്പ് പഠിച്ചതുപോലെ sin 30, sin 60 അതുപോലെ കോസ് 90 ഇങ്ങനെയുള്ള വാല്യൂസ് ആയിരിക്കില്ല തരുന്നത്. പകരം ഏതെങ്കിലും sin 13 അല്ലെങ്കിൽ sin 25 ഇങ്ങനെയുള്ള വാല്യൂസ് ആയിരിക്കും തരിക. അപ്പോൾ ഇത് എത്രയാണ് എന്നാണ് നമ്മൾ പ്രൂവ് ചെയ്യേണ്ടത്. ഓക്കെ, നമുക്കതൊന്ന് ആ പ്രോബ്ലത്തിലേക്ക് ഒന്ന് ചെയ്തു നോക്കാം. അത്തരത്തിലുള്ള ഒരു പ്രോബ്ലം നമുക്കൊന്ന് ചെയ്തു നോക്കാം. എന്താണ് ഇവിടെ വരുന്നത്? പ്രൂവ് ദാറ്റ് tan 30° = cot 77°. അതായത് ഇതും പ്രൂവ് ചെയ്യാനുള്ള ഒരു പ്രോബ്ലമാണ്. പ്രൂവ് ചെയ്യണം അല്ലേ? ഇത് പ്രൂവ് ചെയ്യണമെങ്കിൽ നമുക്ക് എന്തൊക്കെയാണ് പ്രൂവ് ചെയ്യേണ്ടത്? tan 30° = cot 77° എന്നാണ്. അപ്പോൾ ഇവിടെ നമ്മൾ ഉപയോഗിക്കേണ്ട ഒരു പ്രോപ്പർട്ടി ഞാൻ ആദ്യമാണ് പറയുകയാണ്. അപ്പോൾ ഇങ്ങനെയുള്ള പ്രോപ്പർട്ടികളാണ് നമ്മൾ പ്രധാനമായിട്ട് പഠിച്ചു വെക്കേണ്ടത്. എന്താണ്? cot 90 - θ = tan θ. ഓക്കെ, എന്താണ് ഇക്വേഷൻ? cot 90 - θ = tan θ എന്ന്. അതായത് ഈ 90ൽ ഈ തീറ്റയ്ക്ക് പകരം നമുക്ക് ഏത് ഡിഗ്രിയും കൊടുക്കാം അല്ലേ? നമുക്ക് വരുന്ന ഏത് ഡിഗ്രി ആംഗിളിന്റെ വാല്യൂസും അവിടെ കൊടുക്കാം. ഇവിടെ പറഞ്ഞിട്ടുള്ളത് എന്താണ്? cot 90 - θ = tan θ എന്നുള്ളതാണ്. ഇതെങ്ങനെ ഈ പറയുന്ന പ്രോബ്ലത്തിലേക്ക് അപ്ലൈ ചെയ്യുമെന്നാണ്. നമുക്ക് ആദ്യം ഈ പറയുന്ന റൈറ്റ് ഹാൻഡ് സൈഡ് എടുക്കാം. RHS റൈറ്റ് ഹാൻഡ് സൈഡ്. അവിടെ എന്താണ്? RHSൽ എന്താണ്? cot 77° എന്നാണ്. cot 77. ഈ cot 77നെ ഈ രൂപത്തിലേക്ക് മാറ്റാൻ പറ്റുമോ എന്നുള്ളതാണ് നമ്മൾ നോക്കേണ്ടത്. കാരണം ഈ ഐഡന്റിറ്റിയാണ് ഇവിടെ യൂസ് ചെയ്യേണ്ടത്. ഈ ഐഡന്റിറ്റി ഇവിടെ യൂസ് ചെയ്യണമെങ്കിൽ cot 77°യെ cot 90 - θ എന്ന് പറയുന്ന രൂപത്തിലേക്ക് മാറ്റണം. അപ്പോൾ അവിടെ ശ്രദ്ധിക്കേണ്ടത് cot 77, ഈ 77 കിട്ടണമെങ്കിൽ 90ൽ നിന്ന് എത്രയാണ് കുറയ്ക്കേണ്ടത്? 90ൽ നിന്ന് എത്ര കുറച്ചാലാണ് 77 കിട്ടുക? അത് നമ്മൾ നോക്കുമ്പോൾ നമുക്ക് കിട്ടുന്നത് എത്രയാണ്? 13 ആണ് അല്ലേ? വേണമെങ്കിൽ നമുക്ക് ഇങ്ങനെ എഴുതാം, cot 90 - 30, 90 - 30, 90° - 30. ഓക്കെ, അപ്പോൾ ഇവിടെ നമുക്ക് എന്ത് കിട്ടി? cot 90 - θ എന്ന് പറയുന്ന ഈ ഫോം കിട്ടി. 90 - 13 എത്രയാണ്? 77 ആണ്. അപ്പോൾ cot 77 എന്നുള്ളതിന് നമുക്ക് എന്ത് ചെയ്താം? cot 90 - 13 എന്ന് എഴുതാം. അപ്പോൾ cot 90 - 13 എന്ന് പറയുമ്പോൾ ഇവിടെ തീറ്റയാണല്ലോ. cot 90 - θ = tan തീറ്റയാണ്. അപ്പോൾ cot 90 - 13 എന്ന് പറയുമ്പോൾ അത് എത്രയായി? tan 13 ആയി അല്ലേ? tan 13. അപ്പോൾ നമ്മുടെ റൈറ്റ് ഹാൻഡ് സൈഡിൽ നമ്മളിപ്പോൾ തെളിയിച്ചിട്ടുള്ളത്, അതായത് നമ്മുടെ ആദ്യം നമുക്കുള്ളത് cot 77° എന്നുള്ളതായിരുന്നു. അത് നമ്മൾ എന്താക്കി മാറ്റി? tan 13 ആക്കി മാറ്റി അല്ലേ? tan 13 ആക്കി മാറ്റി. ഇനി നമ്മുടെ ലെഫ്റ്റ് ഹാൻഡ് സൈഡിലുള്ളത് ഏതാണ്? അത് നോക്കിയാലോ. ലെഫ്റ്റ് ഹാൻഡ് സൈഡിൽ നമുക്കുള്ള ഓൾറെഡി തന്നിട്ടുള്ളത് ഏതാണ്?
ലെഫ്റ്റ് ഹാൻഡ് സൈഡിൽ ഓൾറെഡി നമുക്ക് തന്നിട്ടുള്ളത് tan 13 ആണ്. അപ്പോൾ ലെഫ്റ്റ് ഹാൻഡ് സൈഡിലുള്ളത് tan 13 ഡിഗ്രി. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യും, LHS = RHS. അപ്പോൾ രണ്ടും തുല്യമാണെന്ന് നമ്മളിവിടെ തെളിയിച്ചു കഴിഞ്ഞു. അപ്പോൾ ഇങ്ങനെയാണ് നമ്മൾ ട്രിഗ്നോമെട്രിക് ഐഡന്റിറ്റീസ് യൂസ് ചെയ്തിട്ടുള്ള പ്രോബ്ലംസ് നമ്മൾ സോൾവ് ചെയ്യാറുള്ളത്. അപ്പോൾ ഈ തരത്തിൽ ഈസി ആയിട്ട് നമുക്ക് സോൾവ് ചെയ്യാം. അപ്പോൾ ഇതുപോലെ 90 - θ എന്ന് പറയുന്ന ആ ഒരു ഫോമിലുള്ള ഒരുപാട് ക്വസ്റ്റ്യൻസ് ഇതേ മോഡൽ തന്നെയാണ് നമ്മൾ സോൾവ് ചെയ്യാറുള്ളത്. അപ്പോൾ ഇനി നമ്മൾ പോകുന്നത് അടുത്തൊരു ടോപ്പിക്കിലേക്കാണ്. അടുത്ത ടോപ്പിക് എന്ന് പറയുന്നത് ട്രിഗ്നോമെട്രിക് റേഷ്യോസ് ഓഫ് സം സ്പെഷ്യൽ ആംഗിൾ. ചില സ്പെഷ്യൽ ആംഗിളുകളുടെ ട്രിഗ്നോമെട്രിക് ആംഗിൾസ്. അപ്പോൾ നമുക്കറിയാം 30, 40, 45, 60, 90 എന്ന് പറയുന്ന ഈ ആംഗിളുകൾ തമ്മിലുള്ള റേഷ്യോസ് ഒക്കെ നമുക്കറിയാം. ഓക്കെ, അത് നമ്മൾ ഓൾറെഡി ക്ലാസ്സുകളിൽ നമ്മൾ ഡിസ്കസ് ചെയ്താണ്. ഇവിടെ നമ്മൾ അതുമായി ബന്ധപ്പെട്ട ചില ക്വസ്റ്റ്യൻസ് ആണ് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ നോക്കൂ, നമ്മൾ ആദ്യമായിട്ടൊരു ക്വസ്റ്റ്യൻസ് ഇവിടെ തരികയാണ്. ഫൈൻഡ് ദ വാല്യൂ ഓഫ് tan square 60 - sin square 30 ഡിഗ്രി. രണ്ട് കാര്യമാണ് തന്നിട്ടുള്ളത്. ഇതിന്റെ വാല്യൂ കാണും. tan 60 അല്ല തന്നിട്ടുള്ളത്, പ്രത്യേകം ശ്രദ്ധിക്കുക. tan square 60 - sin square 30. ഇത് രണ്ടും തെളിയിക്കണം അല്ലെ, ഇതിന്റെ വാല്യൂ കാണണം. അതാണ് നമ്മളോട് പറഞ്ഞിട്ടുള്ളത്. നമുക്ക് തന്നിട്ടുള്ളത് അല്ലെങ്കിൽ നമുക്ക് അറിയാവുന്ന വാല്യൂ എന്ന് പറഞ്ഞാൽ tan 60 എന്ന് പറയുന്നത് √3 ആണ്. അതുപോലെ sin 30 എന്ന് പറയുന്നത് 1/2 ആണ്. പക്ഷെ sin square 60യുടെ വാല്യൂ നമ്മളോട് പറഞ്ഞിട്ടില്ല, അതങ്ങനെ തന്നിട്ടില്ല. sin 60യുടെ വാല്യൂ തന്നിട്ടുണ്ട്, sin 30യുടെ വാല്യൂവും തന്നിട്ടുണ്ട്. അത് എത്രയാണ്? 1/2 ആണ് അല്ലെ, ഇവിടെ √3 ആണ്. അപ്പോൾ നമ്മൾ tan square θ എന്ന് എടുക്കുന്നു അല്ലേ. tan square 60 θ അല്ല, ഇവിടെ വേണമെങ്കിൽ എന്ത് ചെയ്യാം, tan square 60 എന്ന് വെച്ചാൽ എന്താണ്? tan 60 × tan 60 ആണല്ലോ അല്ലേ, tan 60 × tan 60. ഓക്കെ, അങ്ങനെ ആവുമ്പോൾ നമുക്കത് എത്രയാണ് വരുന്നത്? tan 60 എന്ന് പറഞ്ഞാൽ √3 ആണ് √3 എന്ന് വെച്ചാൽ അത് എത്രയായി? വേണമെങ്കിൽ ഇങ്ങനെ എഴുതാം, √3² എഴുതാം, √3² നമുക്ക് അല്ലേ, അത് നമുക്ക് എഴുതി. പിന്നെ ഉള്ളത് നമുക്ക് കയ്യിലുള്ള അടുത്ത എന്താണ്? sin square 30 ആണ്, sin square 30. അപ്പോൾ sin 30 എന്ന് പറഞ്ഞാൽ 1/2 ആണ് അല്ലേ. അപ്പോൾ 1/2ന്റെ സ്ക്വയർ, 1/2ന്റെ സ്ക്വയർ അത് എത്രയാണ്? 1/4 ആണ്. നമ്മളെ കയ്യിൽ ഉള്ളത് tan square 60 എന്ന് പറഞ്ഞാൽ √3ന്റെ സ്ക്വയറുമാണ്. അത് എത്രയാണ്? 3 വരും. √3ന്റെ സ്ക്വയർ എന്ന് പറഞ്ഞാൽ 3 ആണ്, നമുക്കറിയാം. √3 × √3 3 ആണ് വരുന്നത്. അപ്പോൾ ഇവിടെ നമുക്ക് തന്നിട്ടുള്ളത് tan square 60 - sin square 30. അപ്പോൾ നമുക്കത് എഴുതുകയാണെങ്കിൽ tan square 60 ഡിഗ്രി മൈനസ് എത്രയാണ് വരുന്നത്? sin square 60. അപ്പോൾ ഇവിടെ നമുക്ക് എങ്ങനെ എഴുതാം? ഇത് എത്രയാണ്? 3 ആണ്, -1/4 അപ്പോൾ 3 - 1/4 എന്ന് പറയുമ്പോൾ 11/4 വരും. എത്രയാണ്? 11/4 വരുന്നു. ഓക്കെ, ക്ലിയർ ആണല്ലോ. 11/4 ആണ് നമുക്ക് കറക്റ്റായിട്ട് ആൻസർ കിട്ടുന്നത്. അപ്പോൾ ഇതിൻ്റെ വാല്യൂ എന്ന് പറയുന്നത് ഈ tan square 60 - sin square 60 എന്ന് പറയുന്നതിൻ്റെ വാല്യൂ എത്രയാണ് വരുന്നത്? അത് 3 - 1/4 = 11/4 ആണ്. അപ്പോൾ ഇത്തരത്തിലുള്ള പ്രോബ്ലംസ് നമുക്ക് എന്ത് ചെയ്യാം? ഈ രൂപത്തിൽ നമുക്ക് ചെയ്തു നോക്കാവുന്നതാണ്. ഈ മോഡലിൽ അടുത്തൊരു ലെവൽ ക്വസ്റ്റ്യൻ ആണ് ഇവിടെ തന്നിട്ടുള്ളത്. ഫൈൻഡ് ദ വാല്യൂ ഓഫ് find the value of cot square theta into sec square 45 cot square 30 into sec square 45 plus cosec square 45 into cos 60. അപ്പോൾ ഇങ്ങനെ സ്ക്വയറുകളും അതുപോലെ 45, 60, 30 ഇങ്ങനെയുള്ള വാല്യൂസ് ഒക്കെയാണ് തന്നിട്ടുള്ളത്. അപ്പോൾ നോർമലി നമ്മുടെ ഇതിൽ നിന്ന് നമ്മൾ മനസ്സിലാക്കേണ്ട കുറച്ച് പ്രധാനപ്പെട്ട കാര്യങ്ങളുണ്ട്. അതായത് സൈൻ, അതുപോലെ സൈൻ, കോസ്, ടാൻ, കൊസീക്ക്, സിക്ക്, കോട്ട്, ഇവയുടെ എല്ലാം ഈ പറയുന്ന 6 ട്രിഗ്നോമെട്രിക് ഫംഗ്ഷൻസിൻ്റെയും ബേസിക് ആയിട്ടുള്ള ചില വാല്യൂസ് ഉണ്ട്. അതായത് 0, സൈൻ 0 എത്രയാണ്, കോസ് 0 എത്രയാണ്, അതുപോലെ സൈൻ 30, സൈൻ 45, സൈൻ 60,
സൈൻ 90. ഇതുപോലെ തന്നെ കോസും ടാനും കൊസീക്കും ഇതിൻ്റെയൊക്കെ വാല്യൂ മനസ്സിലാക്കേണ്ടതുണ്ട്. അത് മനസ്സിലാക്കിയാൽ മാത്രമേ നമുക്കിത് ചെയ്യാൻ പറ്റൂ. അപ്പോൾ ഓൾറെഡി ഞാൻ ഇവിടെ കുറച്ച് നിങ്ങൾക്ക് തന്നിട്ടുണ്ട്. കോട്ട് 30 എന്ന് പറഞ്ഞാൽ √3 ആണ്. സീക്ക് 45 എന്ന് പറഞ്ഞാൽ √2 ആണ്. കോസീക്ക് 45 എന്ന് പറഞ്ഞാൽ √2 ആണ്. കോസ് 60 എന്ന് പറഞ്ഞാൽ 1/2 ആണ്. ഇത്രയും തന്നിട്ടുണ്ട്. ഇത് വെച്ച് എങ്ങനെ ചെയ്യാമെന്നാണ് നോക്കുന്നത്. അപ്പൊ ഞാൻ ആദ്യം കോട്ട് സ്ക്വയർ 30 എന്നാണ് നോക്കുന്നത്. കോട്ട് സ്ക്വയർ 30 എന്ന് പറയുമ്പോൾ കോട്ട് 30 എത്രയാണ്? കോട്ട് 30 √3 ആണ്. അപ്പൊ കോട്ട് സ്ക്വയർ 30 എന്ന് പറയുമ്പോൾ √3 × √3 വരും. അതുപോലെ തന്നെ സീക്ക് 45, സീക്ക് സ്ക്വയർ 45 ആണ്. സീക്ക് 45 √2 ആണെങ്കിൽ സീക്ക് സ്ക്വയർ 45 √2 × √2 അല്ലേ? അങ്ങനെയാണെങ്കിൽ അടുത്തത് നോക്കൂ, കൊസീക്ക് സ്ക്വയർ 45 ആണ് നമുക്ക് തന്നിട്ടുള്ളത്. കൊസീക്ക് 45 എന്നുള്ളത് √2 ആണ്. അപ്പൊ കൊസീക്ക് സ്ക്വയർ 45 എന്ന് √2 × √2. ഇനി അതുപോലെ തന്നെ കോസ് 60 ഡിഗ്രി നമുക്ക് ഓൾറെഡി ഇവിടെ തന്നിട്ടുണ്ട്. നമുക്ക് അറിയാവുന്ന ഒരു കാര്യമാണത് 1/2 എന്നുള്ളത്. അപ്പൊ ഇങ്ങനെ നാലെണ്ണത്തിന്റെ വാല്യൂ നമ്മൾ കണ്ടെത്തി. ഇനി നേരെ ഇതിൽ ഇൻപുട്ട് ചെയ്യും. അപ്പൊ ഇങ്ങനെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ കോട്ട് സ്ക്വയർ 30 ഡിഗ്രി ഞാനത് ഇവിടെ എഴുതാണ്. കോട്ട് സ്ക്വയർ 30 ഡിഗ്രി പ്ലസ് സീക്ക് സ്ക്വയർ 45 സോറി, ചെറിയൊരു മിസ്റ്റേക്ക്, ഇവിടെ മൾട്ടിപ്ലിക്കേഷൻ ആണ് അല്ലേ? കോട്ട് സ്ക്വയർ 30, സീക്ക് സ്ക്വയർ 45, കൊസീക്ക് 45. അപ്പോൾ ഇവിടെ ഇൻറ്റു ആണ്, പ്ലസ് കൊസീക്ക് സ്ക്വയർ 45 ഡിഗ്രി ഇൻറ്റു പിന്നെ ഏതാണ്? കോസ് 60. ഓക്കെ, കോസ് 60 ഇത് നമുക്ക് തന്നിട്ടുള്ള കാര്യമാണ്. അപ്പോൾ കോട്ട് സ്ക്വയർ 30 എന്ന് പറയുമ്പോൾ നമുക്കറിയാം √3 × √3 ഇൻറ്റു സീക്ക് സ്ക്വയർ √2 × √2 പ്ലസ് ഇതെത്രയാണ്? √2 × √2 ഇൻറ്റു 1/2 ഇത്രയാണല്ലോ. √3 × √3 എത്രയാണ്? നമുക്കറിയാം അത് 3 ആണ്. ഇൻറ്റു √2 × 2 എന്ന് പറയുന്നത് 2 ആണ്. പ്ലസ് √2 × √2 2 ആണ് ഇൻറ്റു 1/2. അപ്പോൾ 3 × 2 6 ആണ്. പ്ലസ് 2 × 1/2 എന്ന് പറയുന്നത് അത് 1 ആണ്. അപ്പോൾ 6 + 1 എത്രയായി? 7 ആയി. അപ്പോൾ ഈ തന്നിട്ടുള്ള ഫോർമുലയുടെ അല്ലെങ്കിൽ ഈ ഫംഗ്ഷന്റെ വാല്യൂ കാണാൻ പറഞ്ഞ് അതിന്റെ വാല്യൂ, ടോട്ടൽ വാല്യൂ എത്രയാണ്? 7 എന്നുള്ളതാണ് അതിന്റെ ടോട്ടൽ വാല്യൂ എന്ന് പറയുന്നത്. ഓക്കെ, അങ്ങനെയാണെങ്കിൽ അടുത്തൊരു ക്വസ്റ്റ്യൻ കൂടി ചെയ്ത് നോക്കിയാലോ? അടുത്തൊരു ക്വസ്റ്റ്യൻ ഇതുപോലെ ചെയ്യേണ്ട ഒരു പ്രോബ്ലമാണ്. നമ്മൾ ഓൾറെഡി ഇവിടെ കുറച്ച് വാല്യൂസ് തന്നിട്ടുണ്ട്. എന്താണ് പറഞ്ഞിട്ടുള്ളത്? tan 45 / cosec 30 പ്ലസ് sec 60 / cot 45 മൈനസ് 5 sin 90 / 2 cos 0 = 0. ഇത് വെരിഫൈ ചെയ്യാൻ അല്ലെങ്കിൽ ഇത് പ്രൂവ് ചെയ്യാനാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ നമുക്ക് ഇവിടെ tan 45 ഓരോന്നിന്റെ വാല്യൂ ഇവിടെ തന്നിട്ടുണ്ട്. tan 45 കൊസീക്ക് 30, അതുപോലെ തന്നെ sec 60, cot 45, ഇങ്ങനെ ഓരോന്നിന്റെ വാല്യൂ തന്നിട്ടുണ്ട്. അപ്പോൾ tan 45 എന്നുള്ളത് എത്രയാണ്? 1 ആണ്. അപ്പോൾ tan 45 ഇവിടെ ഞാൻ അതുപോലെ തന്നെ എഴുതുകയാണ്. tan 45 എന്ന് പറയുന്നത് 1 ഡിവൈഡ് ബൈ കൊസീക് 30 എന്ന് പറയുന്നത് എത്രയാണ്? കൊസീക് 30 2 ആണ്. കൊസീക് 30 എത്രയാണ്? 2 ആണ്. പ്ലസ് sec 60 എത്രയാണ്? sec 60 2 ആണ്. ഡിവൈഡ് ബൈ cot 45 എന്ന് പറയുന്നത് 1 ആണ്. മൈനസ് ഇവിടെ ഓൾറെഡി 5 ഉണ്ട്. 5 ഇൻറ്റു sin 90 എന്ന് പറയുന്നത് 1 ആണ്. ഡിവൈഡ് ബൈ 2 ഇൻറ്റു cos 0 എന്ന് പറയുന്നതും 1 ആണ്. അപ്പോൾ ഇത് നമ്മൾ ലെഫ്റ്റ് ഹാൻഡ് സൈഡ് ആണ് നമ്മൾ ഇവിടെ പ്രൂവ് ചെയ്യാൻ നോക്കുന്നത്. അപ്പോൾ ലെഫ്റ്റ് ഹാൻഡ് സൈഡിൽ 1/2 പ്ലസ് 1/2 പ്ലസ് 2 മൈനസ് 5/2 ഇത്രയാണ് നമുക്ക് ഇവിടെ ഉള്ളത്. 5/2. അപ്പോൾ 1/2 ഓൾറെഡി നമുക്ക് അറിയാവുന്നതാണ്. 1/2 എന്നുള്ളത് 1/2 നമുക്ക് അറിയാം. 1/2 നമുക്കറിയാം. അങ്ങനെയാണെങ്കിൽ ഇനി നോക്കൂ, ഇനി ഇതെങ്ങനെ സോൾവ് ചെയ്യാം? 2/,
5/2 2 മൈനസ് 5/2 2 മൈനസ് 5/2. അപ്പോൾ ഇവിടെ ഓൾറെഡി ഉള്ള 1/2 ഇവിടെ ഉണ്ട്. 2 മൈനസ് 5/2 എന്ന് പറയുന്നത് എത്രയായിരിക്കും? അത് -1/2 ആയിരിക്കും. -1/2. അപ്പോൾ 1/2 മൈനസ് 1/2 എത്രയായി? അത് 0 ആയി. ഓക്കെ, അപ്പോൾ LHS നമുക്ക് നമ്മുടെ ലെഫ്റ്റ് ഹാൻഡ് സൈഡിൽ LHS ഇത്ര നമുക്ക് എത്ര കിട്ടി? 1/2 മൈനസ് 1/2 0. അത് കിട്ടി. ഇനി റൈറ്റ് ഹാൻഡ് സൈഡിൽ എന്താണുള്ളത്? റൈറ്റ് ഹാൻഡ് സൈഡിൽ നമുക്ക് എന്താണുള്ളത്? റൈറ്റ് ഹാൻഡ് സൈഡിൽ ഓൾറെഡി നമുക്ക് 0 ആണുള്ളത് അല്ലേ? അപ്പം റൈറ്റ് ഹാൻഡ് സൈഡും 0. അപ്പോൾ LHS ഈസ് ഈക്വൽ ടു RHS. ലെഫ്റ്റ് ഹാൻഡ് സൈഡ് ഈസ് ഈക്വൽ ടു റൈറ്റ് ഹാൻഡ് സൈഡ്. ഓക്കെ, അപ്പോൾ ഈ പ്രോബ്ലം നമ്മൾ എന്ത് ചെയ്തു? ഇത് പ്രൂവ് ചെയ്തു. അപ്പോൾ ഇത്തരത്തിലുള്ള പ്രോബ്ലംസ് ആണ് നമുക്ക് ഈ പറയുന്ന ചാപ്റ്ററുകളിലൊക്കെ ഉണ്ടാകുന്നത്. ഓക്കെ, ഈ പ്രോബ്ലംസ് ആണ് വരുന്നത്. അപ്പോൾ ഇവിടെ നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ നമ്മൾ ചെയ്യേണ്ടത് ഏതൊക്കെയാണ്? നമ്മുടെ ബേസ് ഫോർമുലകളുടെ, അതായത് നമ്മുടെ ട്രിഗ്നോമെട്രിക് ഐഡന്റിറ്റീസ് പഠിക്കുക. അതുപോലെ തന്നെ ചെയ്യേണ്ട മറ്റൊരു കാര്യം നേരത്തെ പറഞ്ഞതുപോലെ 0, 30, 45, 60, 90 ഈ പറയുന്ന വാല്യൂസിൽ ആംഗിൾസിൻ്റെ സ്പെഷ്യൽ വാല്യൂസ് പഠിക്കുക. അതൊക്കെ പഠിച്ചു കഴിഞ്ഞാൽ നേരെ നമുക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യേണ്ട ആവശ്യം മാത്രമേ ഉണ്ടാവുന്നുള്ളൂ. അപ്പോൾ ക്വസ്റ്റ്യൻ കാണുന്നത് പോലെ അത്ര കോംപ്ലിക്കേറ്റഡ് ആവില്ല. ഈ പറയുന്ന വാല്യൂസ് മനസ്സിലാക്കിയാൽ അത് നേരെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ നമുക്ക് അതിൻ്റെ ആൻസർ വളരെ ഈസി ആയിട്ട് കിട്ടും. അപ്പോൾ നമ്മൾ താൽക്കാലികമായിട്ട് ഈ പറയുന്ന ഇന്നത്തെ ഈ ഒരു ലൈവ് നമ്മൾ താൽക്കാലികമായിട്ട് അവസാനിപ്പിക്കുകയാണ്. പക്ഷെ നമ്മൾ ഇതോടുകൂടി തീരുന്നില്ല. നമ്മൾ വീണ്ടും വരുന്നു. അടുത്ത ലൈവിൽ നമ്മൾ വീണ്ടും കാണുന്നുണ്ട്. അപ്പോൾ വീണ്ടും അടുത്തൊരു ലൈവിൽ കാണുന്നത് വരെ താൽക്കാലികമായിട്ടൊരു ഗുഡ് ബൈ പറയുകയാണ്. താങ്ക് യു. ഗുഡ് ബൈ.